ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഹംഗ്രി കുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ പുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുട്ടാണ്. അതായത് നമ്മൾ വീട്ടിൽ പച്ചരി കുതിർത്ത് പൊടിച്ച് അരിച്ചെടുത്തിട്ട് പുട്ടിൻ്റെ പാകത്തിൽ വറുത്തെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണിത്. പുട്ടിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തിരിപ്പൊരി അത്രയ്ക്ക് വറുക്കണ്ട, അതിങ്ങനെ നമ്മൾ ഇളക്കിയൊരു സോഫ്റ്റായിട്ട് വരുന്ന പാകം വരെ മാത്രം ഇളക്കി കൊടുത്താൽ പുട്ടുപൊടിയും. അപ്പോൾ നമ്മൾ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ വാങ്ങണം നല്ല ഇങ്ങനെ തരിതരിയായിരിക്കും. അത് നമ്മളൊരു 20 മിനിറ്റെങ്കിലും കുതിർത്ത് വെച്ചാലേ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മതി ശരിക്കും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം. അതായത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റിയ ചൂട് മതി. ഭയങ്കരമായിട്ട് കുറഞ്ഞതുമല്ല, എന്നാൽ നല്ല ചൂടുവെള്ളമല്ല. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കുഴപ്പമില്ലാതെ കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ പുട്ട് ഇങ്ങനെ കുറച്ചൊഴിച്ചിട്ട് നനച്ചെടുക്കണം. അപ്പം അങ്ങനെ ചെറുതായിട്ട് കട്ടകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമ്മളത് അരിക്കുന്ന അരിപ്പില്ലേ, അതിലേക്ക് കട്ടകളൊക്കെ ഇട്ടിട്ട് കൈ വെച്ച് ഇങ്ങനെ അമർത്തി വന്നെങ്കിൽ പെട്ടെന്ന് ആ കട്ടകളെല്ലാതും പോകും. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ പുട്ടിൽ എന്ന് പറഞ്ഞെങ്കിൽ ചെറിയതായിട്ടുള്ള കട്ടകളൊക്കെ എടുക്കുന്നതും അത് ആവി കൊണ്ട് വെന്ത് വരുമ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഒട്ടും കട്ടകൾ വേണ്ട എന്നുള്ളവർക്ക് ഇത് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് നനച്ചതിന് ശേഷം നമ്മൾ നേരെ അരിപ്പയിലേക്ക് മാറ്റുക. അതായത് പുട്ടൊക്കെ പൊടിയരിക്കുന്ന അരിപ്പയുണ്ട്, അതിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. അതായത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കേണ്ടി വരും, കാരണം ഇത് നനഞ്ഞിട്ടുള്ള പൊടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വീഴില്ല. അപ്പോൾ കൈ വെച്ച് അമർത്തുമ്പോൾ തരിതരിയായിട്ടുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് നല്ല പുട്ടുപൊടി, നനഞ്ഞ പുട്ടുപൊടി കിട്ടും. ഇപ്പോൾ ഞാനത് കൈ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു അരിപ്പയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മളിങ്ങനെ കൈ വെച്ച് പോകുമ്പോൾ നമുക്കൊരു ഉരുള പിടിക്കാൻ പറ്റുന്ന പാകമാണ് ഇതിൻ്റെ നനവ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഉരുള പിടിക്കാൻ പറ്റിയാൽ നമ്മുടെ ഇത് കറക്റ്റ് പാകമായിട്ട് നനഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അവിടെ വയ്ക്കാം, ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം. അതിന് ശേഷം നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ചിരട്ടപ്പുട്ടായിട്ടോ കുറ്റിപ്പുട്ടായിട്ടോ ഒക്കെ എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കുറ്റിപ്പുട്ടാകുമ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം തേങ്ങയിടുക, പിന്നെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക, വീണ്ടും തേങ്ങയുടെ, അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടാണെങ്കിലും ആദ്യം തേങ്ങയിടുക, പിന്നെ പൊടിയിടുക, പിന്നെ വേണമെങ്കിൽ മാത്രം മുകളിൽ തേങ്ങ ഇട്ടാൽ മതി, നിർബന്ധമില്ല. കാരണം നമ്മൾ ഇതിങ്ങനെ കഷ്ണങ്ങളായി വേർതിരിക്കാനാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുട്ടിൽ ഇങ്ങനെ ഇടയിലിടയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് തേങ്ങ പുട്ടുപൊടിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും തേങ്ങ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറ്റിയിൽ പൊടിയെല്ലാം നിറച്ചു, തേങ്ങ നിറച്ചു. ഇനി നമ്മൾ തിളച്ചെടുക്കുന്ന പുട്ടുകുറ്റിയിൽ വയ്ക്കുക, പുട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 5-6 മിനിറ്റ് ആവി കയറുമ്പോൾ ഇത് വെന്ത് കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ വാങ്ങുന്ന പുട്ടുപൊടിയാണെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ആവി കയറ്റുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുക. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവി കയറുന്നത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ബലം വയ്ക്കുക ചെയ്യുക. അതായത് വെള്ളം കയറും. അപ്പോൾ ആവിയുടെ ഒപ്പം വെള്ളവും കൂടെ കയറും വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബലം വരും, നമുക്ക് തിന്നാൻ പറ്റാത്ത പോലെ കട്ടിയായി മാറും. അപ്പോൾ അത് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി. നല്ല നല്ല സോഫ്റ്റ് പുട്ടാണ്. വീട്ടിലുണ്ടാക്കുന്ന പുട്ട് നല്ല ചെമ്പാവരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.